കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേറാക്രമണവും പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന്റെ ശിക്ഷാവിധിക്ക് ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. കൊച്ചിയിലെ NIA കോടതിയിൽ ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയായി. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. സമൂഹത്തെ ആകെ നശിപ്പിക്കാൻ ശ്രമിച്ച റിയാസിന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് NIA ആവശ്യം. രണ്ടു ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ശിക്ഷാവിധിക്കുള്ള തീയതി തീരുമാനിച്ചത്. മാനസാന്തരമോ ചെയ്ത തെറ്റിൽ കുറ്റബോധമോ പ്രതിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാതൃകയാകുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്ന് NIA വാദിച്ചു. രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദി സംഘടനകളും ഭീകരരുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. കൃത്യം നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി കുറ്റത്തിന്റെ ഗൗരവ സ്വഭാവം കുറഞ്ഞു പോകുന്നില്ലെന്നും NIA ചൂണ്ടിക്കാട്ടി. എന്നാൽ കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതിയുടെ പ്രായം, സാമൂഹിക കുടുംബ പശ്ചാത്തലങ്ങൾ എന്നിവ പരിഗണിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. UAPA 38, 39 വകുപ്പുകൾ പ്രകാരവും IPC 120B വകുപ്പുകളും പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. 2019 റിയാസ് അബൂബക്കർ പിടിയിലായത്. ശ്രീലങ്കൻ സ്ഫോടനങ്ങളുടെ മുഖ്യ സൂത്രധാരൻ സഫ്രാൻ ഹാഷിമുമായി റിയാസ് ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. മാപ്പുസാക്ഷികളായി മാറിയ മുഹമ്മദ് ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ് എന്നിവർക്കൊപ്പം കൊച്ചിയിലെത്തിയ റിയാസ് അത്തർ വിൽപ്പനക്കാരനായാണ് ഇവിടെയുണ്ടായിരുന്നത്. ഗൂഢാലോചനകൾക്ക് നേതൃത്വം നൽകിയതും കൊച്ചിയിലാണ്. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി ISൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റിയാസ് കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നത്. മലയാളി യുവാക്കളെ വിദേശത്തേക്ക് ഭീകരവാദത്തിന് എത്തിച്ച മറ്റൊരു കേസിൽ ബീഹാർ സ്വദേശിനി യാസ്മിൻ മുഹമ്മദിന് 7 വർഷം കഠിന തടവ് ലഭിച്ചിരുന്നു. News 18 കൊച്ചി. കണ്ണൂർ